അമ്മ ഞാൻ പഠിച്ചു കഴിഞ്ഞമ്മ. അമ്മയാണെങ്കിൽ ഇല്ലേ, ഇന്നലെ നമ്മൾ ഒരുമിച്ചിരുന്നപ്പോൾ അമ്മ പറഞ്ഞില്ലേ ഒരു ആൽഫബറ്റ് വെച്ചൊരു കാര്യം പറഞ്ഞു തരാന്ന്. അതൊന്ന് പറഞ്ഞു തരാമോ? ഓക്കെ. എന്താന്ന് ഞാൻ പറയായിരുന്നേ, യേശുപ്പച്ചന് ഇഷ്ടമില്ലാത്ത നമ്മളിലെ ഒരു ബാഡ് ചിന്തയാണേ. നമുക്ക് യേശുപ്പച്ചന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ചിന്ത. അത് അമ്മയുടെ ഉള്ളിലുണ്ടെന്ന് അമ്മ തിരിച്ചറിഞ്ഞതാണേ. അത് ഞാൻ നോക്കിയപ്പം ഇംഗ്ലീഷ് ആൽഫബറ്റിൽ കൂടെ എനിക്ക് പറയാൻ പറ്റുമെന്ന് തോന്നി. ഇതിനകത്ത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ 9th ആൽഫബറ്റാണ് ഐ. ഐ എന്ന് പറഞ്ഞാൽ അതൊരു അക്ഷരമാണ്. എന്നാൽ അതിൽ നിന്നൊരു ഉണ്ടാകുന്നൊരു വാക്കാണ് ഞാനെന്ന്. ഐ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം ഞാൻ. അതിൽ നിന്നുണ്ടാകുന്ന ഒരു ഭാവമുണ്ട്, ഞാൻ എന്ന ഭാവം. അത് യേശുപ്പച്ചന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഭാവമാണ്. ഞാൻ എന്ന ഭാവത്തെ നമുക്ക് സെലിബ്രേറ്റ് യുവർ ഐ എന്ന് പറയും. മീൻസ് നമുക്ക് ഞാനെന്ന ഭാവത്തെ സന്തോഷത്തിലൊരു നല്ലൊരു രീതിയിലും കാണാൻ പറ്റും, ഞാനെന്ന ഭാവത്തെ കൊള്ളുവല്ലാത്ത രീതിയിലും കാണാൻ പറ്റും, ഞാനെന്ന ഭാവത്തെ ഒരു അഹംഭാവത്തിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഞാനെന്നൊരു ഭാവത്തെ നമ്മൾ കാണുമ്പോൾ ചില സമയത്ത് അമ്മ വിചാരിച്ചിട്ടുണ്ട്, ഞാനാണ് ഈ കുടുംബം ഒക്കെ നയിക്കുന്നത്, അല്ലെങ്കിൽ ഞാനാണ് ഈ പ്രസ്ഥാനം, ഞാനില്ലെങ്കിൽ ഇവിടെ ഒരു സന്തോഷവും ഇല്ല, ഞാനാണ് ഇതിനെല്ലാം നയിക്കുന്നത്. അങ്ങനത്തെയൊക്കെ ഒരു ചിന്ത എനിക്കെല്ലാം അറിയാം, ഞാൻ പറയുന്നതാണ് ശരി എന്ന് അങ്ങനത്തെ ഒരു ഭാവം ചില സമയത്തൊക്കെ എന്നിലുണ്ടായിട്ടുണ്ട്. പക്ഷേ അത് യേശുപ്പച്ചന് ഒട്ടും ഇഷ്ടമില്ല. കാരണം നമ്മൾ വേറൊരു വ്യക്തിയെ കാണുമ്പോൾ നമ്മളെക്കാൾ കുറച്ചുകൂടെ ശ്രേഷ്ഠമായിട്ടേ കാണാൻ പാടുള്ളൂ, നമ്മളെക്കാൾ കുറച്ചുകൂടെ അറിവുള്ളതായിട്ടോ. അപ്പം മറ്റുള്ളവരെ കേൾക്കാനും അവരെ ശ്രദ്ധിക്കാനും കൂടെ നമ്മൾ ശ്രമിക്കണം. അത് ഞാൻ അമ്മ കണ്ടുപിടിച്ചതാണേ. പിന്നെ വേറൊരു എന്ന് വെച്ചാൽ ചില സമയത്തൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ അമ്മ അവിടെ ഇല്ലേലും എല്ലാവരും നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട്സ് സർക്കിളിലോട്ട് പോവുക, അല്ലെങ്കിൽ നമ്മൾ ബന്ധു വീട്ടിൽ പോവുക, ഒരു ആഘോഷ പരിപാടിക്ക് നമുക്ക് പോകാൻ പറ്റിയില്ല, അവരടിച്ചു പൊളിച്ച് കഴിയുമ്പോൾ ഞാനില്ലേലും അവർക്കൊരു കുഴപ്പമില്ല, എല്ലാം സന്തോഷമായിട്ട് പോകുന്നു. ഇപ്പം ഞാനില്ലേലും നിങ്ങൾക്ക് വലിയ സന്തോഷമായിരിക്കും. ഇപ്പം നിങ്ങളോട് ഞാൻ പറയുമോ ഞാനില്ലേലും സന്തോഷമായിരിക്കും. അത് യേശുപ്പച്ചന് ഇഷ്ടമില്ല. കാരണം നമ്മളെ ഈ ഭൂമിയിലേക്ക് യേശുപ്പച്ചൻ വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഉത്തരവാദിത്വവും കാര്യങ്ങളും തന്ന് ഇന്ന സമയത്തേക്കാണ് നമ്മളെ വെച്ചിരിക്കുന്നത്. അത് നമ്മളില്ലേലും അങ്ങനെ സംഭവിക്കും, അല്ലെ ഞാനാണ് അങ്ങനെ ചിന്തിക്കും, അങ്ങനത്തെ ഒരു ഭാവം നമുക്ക് ഇഷ്ടമില്ല. നമുക്ക് വേണ്ട ഒരു ഭാവം, യേശുപ്പച്ചന് ഇഷ്ടമുള്ളൊരു ഭാവം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു കുടുംബത്തിലായാലും ഒരു സമൂഹത്തിലായാലും നമ്മളുടെ കൂടെ ഒരു കൈത്താങ്ങ്, ഞാനും കൂടെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ ഒരു കല്യാണ പരിപാടിക്ക് പോകാമെന്ന് വെച്ചു, ഞാനും കൂടെ 2 ഉള്ളി എനിക്ക് പൊളിച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, എൻ്റെ കൂടെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മളെ പോസിറ്റീവ് അപ്രോച്ചിൽ കൂടെ കാണുന്നതാണ് യേശുപ്പച്ചന് ഇഷ്ടം. അല്ലാതെ നമുക്കാണ് എല്ലാം അറിയാവുന്നത്, ഞാനാണോ വലുത്, ഞാൻ കാരണമാണ് ഈ ഭൂമി കറങ്ങുന്നത്, അങ്ങനത്തെ ഒരു ഭാവം യേശുപ്പച്ചന് ഇഷ്ടമില്ല. അപ്പം നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ വല്ലപ്പോഴും ഇങ്ങനെ ആലോചിക്കും, നമ്മുടെ മറ്റുള്ളവരുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ കണ്ടുപിടിക്കുന്നതിന് പകരമില്ലേ നമ്മുടെ ഉള്ളിലെ കുറവുകളൊക്കെ. എനിക്ക് അമ്മ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കേണ്ട എന്നിലും കുഴപ്പമോ കുഴപ്പമുണ്ടോ. അപ്പോൾ നമ്മൾ സംസാരത്തിലൊക്കെ ചില സമയത്ത് അമ്മ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഞാനില്ലാതെ നിങ്ങളെങ്ങനെ ജീവിക്കും, അല്ല അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ നമ്മൾ ചിന്തിക്കാനേ പാടില്ല. അപ്പോൾ ഇതാണ് ഈ 3 ഭാവങ്ങൾ. നമ്മൾ പറയും സെലിബ്രേറ്റ് യുവർ ഐ എന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്രസൻസ് മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ പ്രസൻസ് അവർക്ക് സന്തോഷം നൽകുന്നതാണ്. അല്ലാതെ നമ്മളില്ലെങ്കിലും നമുക്കൊരു അപകർഷതാബോധം തോന്നരുത്, നമ്മളെ കൊണ്ടൊന്നും കൊള്ളത്തില്ല, എന്നെ കൊണ്ടൊന്നും കൊള്ളത്തില്ല, അങ്ങനെയും പാടില്ല. എന്നാൽ ഞാനാണ് ഇവിടെ നയിക്കുന്നത്, അങ്ങനെ ഒരു ഭാവവും പാടില്ല കേട്ടോ. അതാണ് അമ്മയ്ക്ക് പറയാനുള്ളത്. ഇപ്പം നിങ്ങളായാലും ഇപ്പം കൂട്ടുകാരുടെ കൂടെയോ ഫ്രണ്ട്സിൻ്റെ കൂടെയോ ഒക്കെ ആയിരിക്കുമ്പോഴും നമ്മുടെ പ്രസൻസ് അവർക്ക് ഒരു ഹാപ്പിനെസ് പകരുന്നതാണ്. ഇപ്പം നമ്മളെ ഒരാൾ കളിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലേക്ക് വിളിച്ചില്ലെങ്കിലും നമ്മൾ വിഷമിക്കാൻ പാടില്ല. കാരണം നമ്മളെ കൊള്ളത്തില്ലെന്നോർത്തുകൊണ്ട് അവരെ അവോയ്ഡ് ചെയ്തതാണെന്ന് അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. ചിലപ്പോൾ ടീച്ചേഴ്സ് നിങ്ങളെ ഒരു പ്രോഗ്രാമിൽ നിങ്ങളെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എന്നെ കൊള്ളാഞ്ഞിട്ടാണ് വിളിക്കാത്തത്, അങ്ങനെ ചിന്തിക്കാനേ പാടില്ല കേട്ടോ. കാരണം
എല്ലാ മനുഷ്യരും എവറി പേഴ്സൺ ഈസ് യുണീക്ക് എന്നാണ് പറയുന്നത് കേട്ടോ. എല്ലാവരും യുണീക്കായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം എല്ലാവർക്കും അതിൻ്റേതായ ചിന്തകളും കഴിവുകളും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്ന രീതിയിൽ ചെയ്യാൻ സാധിക്കുക എന്നാണ് ഇതിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഞാൻ ഉണ്ടേൽ ഞാൻ വന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം, അല്ലെങ്കിൽ ഞാൻ ഉണ്ടായിരുന്നേ കാണിച്ചു തരാം, എനിക്ക് മാത്രമേ എല്ലാം അറിയാവൂ, അങ്ങനത്തെ ഒരു ഭാവവും പാടില്ല എന്നാണ് അമ്മ ചിന്തിച്ചപ്പോൾ അമ്മയുടെ ഉള്ളിൽ ആ മിസ്റ്റേക്ക് കണ്ടുപിടിച്ചത് കേട്ടോ. ഓക്കെ, അപ്പം മനസ്സിലായത് പറഞ്ഞല്ലോ.